ചിലര് സക്സസ് ആവുന്നത് അവരുടെ ഭാഗ്യം കൊണ്ടാണെന്ന് പറയുന്നവരാണ് നമ്മളിൽ പലരും. പക്ഷെ ഏത് വഴിയിലൂടെ റിസർച്ച് ചെയ്താലും വിശ്വാസിയായ ഒരാൾക്കും നിരീശ്വരവാദിയായ ഒരാൾക്കും, പ്രത്യേകിച്ച് സയൻസിനെ ഫോളോ ചെയ്യുന്ന ഒരാൾക്കും ഒറ്റൊരു ഉത്തരമേ കിട്ടും. അത് നമ്മുടെ മൈൻഡ് സെറ്റ് കൊണ്ടാണ്. എന്ത് വേണം, എങ്ങനെ ആവണം എന്ന് മാത്രമല്ല, ഇതെല്ലാം ആഗ്രഹിക്കുന്ന ഒരാളുടെ മൈൻഡിൽ എന്ത് ചിന്തിക്കാൻ പാടില്ല, ചിന്തിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളെ ബ്രെയിനിൽ നിന്ന് എങ്ങനെ മാറ്റി നിർത്താമെന്ന് പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ സക്സസ് ആവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ട മൈൻഡ് സെറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 കാര്യങ്ങളുണ്ട്. അതിൽ 5 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നമ്പർ 1, ഇനി പറയാനുള്ള 9 കാര്യങ്ങൾ നമുക്ക് ഉണ്ടാവണമെങ്കിൽ ആദ്യം വേണ്ട ഫൗണ്ടേഷനാണ് ബിലീവ് ഇൻ യുവർ സെൽഫ്, ലവ് യുവർ സെൽഫ്, റെസ്പെക്ട് യുവർ സെൽഫ്. നിങ്ങളിപ്പോൾ ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റുപാട് എങ്ങനെയാണോ, നിങ്ങൾക്ക് ഇതുവരെ കൊടുത്തിട്ടുള്ള വാല്യൂ എങ്ങനെയാണോ, അതെല്ലാം ഒരു ഡീപ്പ് ബ്രെത്ത് എടുക്കുന്നതോട് കൂടെ എറേസ് ചെയ്യണം. എന്നിട്ട് ചുറ്റുപാട് മറന്നിട്ട് സ്വയം വിശ്വസിച്ചോ, എനിക്ക് നേടാനാവും, ഇന്ന തന്നെ കാര്യങ്ങളൊക്കെ ഞാൻ ലൈഫിൽ അച്ചീവ് ചെയ്യും. ഈ ചിന്തയാണ് സക്സസിലേക്ക് പറക്കാനുള്ള ആദ്യ ടിക്കറ്റ്. നമ്പർ 2, സെറ്റിംഗ് ക്ലിയർ ഗോൾസ്. നമ്മൾ പൈസ ഉണ്ടാക്കുന്നതും നല്ല വീട് വെക്കുന്നതും നമ്മുടെ ഡ്രീം കാർ സ്വന്തമാക്കുന്നതൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള വിഷൻ വേണം. അതിന് നമ്മൾ എന്നും കാണുന്ന രൂപത്തിൽ വിത്ത് പിക്ചർ വോളിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. എന്നിട്ട് ആ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടി ഒരു എക്സസൈസ് ആണ് പിന്നെ നമ്മൾ ഡേ ബൈ ഡേ ചെയ്യേണ്ടത്. ലൈക്ക് ടു ഡു ലിസ്റ്റ്. നൈറ്റ് കിടക്കുന്നതിന് മുമ്പായിട്ട് നെക്സ്റ്റ് ഡേ ചെയ്യേണ്ട പ്രോഫിറ്റബിൾ ആയിട്ടുള്ള മിനിമം ഒരു 5-6 കാര്യങ്ങൾ എഴുതി വെക്കുക. എന്നിട്ട് കംപ്ലീറ്റ് ആവുന്ന ടാസ്ക് നെക്സ്റ്റ് ഡേ ടിക്ക് ചെയ്യുക. ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ വലിയ ഡ്രീം എയിം ചെയ്ത് നമുക്ക് മനസ്സിൽ ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യും. ഉറപ്പായും നമ്മളത് കംപ്ലീറ്റ് ചെയ്ത് ടു ഡു ലിസ്റ്റിൽ ലാസ്റ്റ് ടിക്കും ചെയ്ത് വീട്ടിലേക്ക് മടങ്ങും. നമ്മൾ എഴുതുകയും വായിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ബ്രെയിൻ നമ്മളെ ഫോഴ്സ് ചെയ്യും. നമ്പർ 3, വാല്യൂ ടൈം ഓവർ മണി. സമയം സംരക്ഷിച്ചവരാണ് ജീവിതത്തിൽ മുന്നേറുന്നത്. പണം ഉണ്ടാക്കാൻ സമയം ആവശ്യമാണെന്നുള്ള ചിന്ത ഉണ്ടാകുന്നതോടുകൂടി നമ്മുടെ ഓരോ മിനിറ്റും ഇൻവെസ്റ്റ് ചെയ്ത് അതിനെ പണമാക്കി മാറ്റാൻ ശ്രമിക്കും. നമ്പർ 4, ഗ്രാറ്റിറ്റ്യൂഡ്. നമുക്ക് ഇതുവരെ ലഭിച്ച കാര്യങ്ങളിൽ നന്ദിയുള്ളവരായ, നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള സെൽഫ് റെസ്പെക്റ്റും നമ്മുടെ മേലുള്ള വിശ്വാസം ഉണ്ടാകുമ്പോൾ തന്നെ അത്തരത്തിലുള്ളവർക്ക് ഇതുവരെ ഏതവസ്ഥയിലായിരുന്നാലും അതിലെ ചെറിയ കാര്യങ്ങൾക്ക് വരെ നന്ദിയുള്ളവരായിരിക്കും. അതിനൊരൊറ്റ കാര്യം ഓർത്താൽ മതി, പരാജയത്തിൽ നിന്ന് വലിയ വിജയം ഉണ്ടായിട്ടുണ്ട്. നമ്പർ 5, കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്. തുടർച്ചയായിട്ട് നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക. അതിന് നമ്മൾ ഒരൊറ്റ ഫിംഗർ വെച്ചിട്ട് നമുക്ക് കിട്ടാവുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനെ കൃത്യമായിട്ട് യൂസ് ചെയ്യുക. അതിനുവേണ്ടി മറ്റെവിടെ സമയം ചെലവഴിക്കുകയും പൈസ ചെലവഴിക്കുകയും വേണ്ട. നമ്മൾ ഏത് മേഖലയിൽ നിന്നിട്ടാണോ പണം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നത്, അതിന്റെ ഏതൊക്കെ ഭാഗത്തു നിന്നും ലേൺ ചെയ്യാൻ പറ്റുമോ അവിടെ നിന്നൊക്കെ ലേൺ ചെയ്യുക. ആഫ്റ്റർ റിമൂവ് ദ എൻഡ്.